നമ്മുടെ കേരള പോലീസ് സേനയിലെ കേരള പോലീസ് അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ്റെ ഒരു ഭരണ നേതൃത്വം എന്ന് പറഞ്ഞാൽ CPM അനുകൂല ആളുകൾക്കായിരിക്കും പൊതുവെ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. ഏറ്റവും കൂടുതൽ പോലീസിലേക്ക് വരുന്നവരൊക്കെ ഒരു CPM രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. പ്രത്യക്ഷത്തിൽ അതിന് രാഷ്ട്രീയ ചായ്വില്ലെങ്കിൽ പോലും CPMൻ്റെ ഒരു നിയന്ത്രണത്തിലായിരിക്കും അപ്പീൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ടാവുക. അവിടെയാണ്, അതായത് പോലീസുകാരിൽ ഭൂരിഭാഗവും CPMനോട് ചായ്വുള്ള ആളുകളായിരിക്കെ ആണ് ഇവിടെ രഹസ്യമായിട്ട് RSSൻ്റെ ഒരു യോഗം നടക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ CPMന് അനുകൂലമായി കേരള പോലീസ് ഓഫീസേഴ്സ് നിലനിൽക്കെ തന്നെ ഈ സേനാ സംവിധാനത്തിൽ അവർക്ക് അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരുമെന്ന് അവർ പറയുന്നത്. അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എണ്ണം മാത്രമല്ല പ്രശ്നം. കേരളത്തിൽ ഒരു സർക്കാരിന് തടയാൻ കഴിയാത്തതിന് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന IPS ഉദ്യോഗസ്ഥന്മാർ, കേരള കേഡറിൽ വരുന്ന ആളുകൾ, അവരുടെയൊക്കെ രാഷ്ട്രീയം എന്തായിരിക്കും? അവർക്ക് ഏത് രാഷ്ട്രീയത്തോടായിരിക്കും അഫിനിറ്റി കൂടുതൽ? കേരളത്തിൽ ജനിച്ച IAS IPS ഉദ്യോഗസ്ഥർക്ക് പോലും RSS ചായ്വുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്നപ്പോൾ ഇനി DGP ആവാൻ പോകുന്നയാൾ, അയാൾക്കുള്ള അഫിനിറ്റി വെളിപ്പെട്ടതാണ്. IASകാരിൽ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അപ്പോൾ അങ്ങനെ പരസ്യമായി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആ രാഷ്ട്രീയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എത്രമാത്രം പിണറായി വിജയന് ചെറുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ RSSൻ്റെ യോഗത്തിൻ്റെ കാര്യത്തിൽ സർവീസ് ചട്ടങ്ങൾ പ്രകാരം ചെറിയ അവ്യക്തതകളുണ്ട്. ആ വ്യക്തതകൾ ഒരു കാരണം, RSSൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ സർക്കാർ ജീവനക്കാർക്ക് പ്രശ്നമില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ്. അത് കേരളത്തിലെ സർവീസ് റൂളിൽ ബാധകമാണോ അല്ലേ എന്നുള്ള വേറെ ക്വസ്റ്റ്യൻ. പക്ഷേ അതിന് പകരം ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഇവരെ സ്ഥലം മാറ്റിയെന്ന് ആ ഓർഡറിൽ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ചോദ്യം ചെയ്ത് നാളെ ഒരു കോടതിയിൽ പോകരുത്. അതിനുവേണ്ടി ആയിരിക്കും അവർ. പക്ഷേ കേന്ദ്രത്തിൻ്റെ അങ്ങനെ ഒരു സർവീസ് റൂൾ ഉണ്ടല്ലോ, കേരളത്തിൽ മാത്രം ഇത് എങ്ങനെയാണെന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാകരുത്. പക്ഷേ സേനയുടെ രാഷ്ട്രീയ നിർമ്മമത്വം അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സർവീസ് ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എത്രമാത്രം പിണറായി വിജയൻ സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ സർക്കാരിന് അത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാരണം, RSS ജനറൽ സെക്രട്ടറിയെ നേരിൽ പോയി കണ്ടു എന്ന ആക്ഷേപം ഉയർന്ന ആൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ എത്ര മാസമായെന്നറിയാം? 1 കൊല്ലം ആവാൻ പോവാണ്. ഈ 1 കൊല്ലം ആവാൻ പോകുമ്പോഴും ആ റിപ്പോർട്ട് കാത്തിരിക്കുന്ന പിണറായി വിജയൻ ഈ പോലീസുകാർ RSSൻ്റെ യോഗം കൂടി എന്ന് പറഞ്ഞെന്തെങ്കിലും സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നമ്മൾ ജാഗ്രതയോടെ കാത്തിരിക്കേണ്ടത്, RSS മേധാവിയെ നേരിൽ പോയി കണ്ട് രഹസ്യ സംഭാഷണം നടത്തിയ ആൾ DGP ആവാൻ പോവുകയാണ്. ഇനി സേഫ് വിചാരിക്കുന്നുണ്ടോ അദ്ദേഹം DGP ആവില്ലെന്ന്? അദ്ദേഹത്തിനൊപ്പമോ അദ്ദേഹത്തിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് സീനിയോറിറ്റിയുള്ള ആളുകളുണ്ട്. പക്ഷേ അദ്ദേഹം ആവാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി പിണറായി വിജയൻ അദ്ദേഹത്തിന് പാതയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാന പോലീസ് മേധാവി, RSകാരനായ സംസ്ഥാന പോലീസ് മേധാവി കേരളത്തിൽ വരുമ്പോൾ പിന്നെ ഈ പാവത്തുങ്ങളായ ജയിൽ ജീവനക്കാരും സാധാരണ പോലീസുകാർ എന്ത് ഭയക്കാനാണ്? അവർക്ക് കുറേ കൂടി ആത്മവിശ്വാസത്തോടെ ഈ പോലീസ് സേനയിൽ പ്രവർത്തിക്കാൻ കഴിയും. ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. പണ്ട് കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് എന്താണെന്ന് പറയാം? ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്നുള്ള വാക്കായിരുന്നു. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്നത്. പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കുക, അതായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ്. ആ ആത്മവിശ്വാസം കിട്ടുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുരക്ഷിതമല്ല ഈ കേരളത്തിൻ്റെ ക്രമസമാധാന പാലനവും ജയിലും ബ്യൂറോക്രസിയും ഒരു പരിധിവരെ ജുഡീഷ്യറിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.